നിങ്ങൾക്കെവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രൈസ്തവ മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു പെൺകുട്ടിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ അയച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം ഈ വീഡിയോ കണ്ടതിന് ശേഷം പറ്റുമെങ്കിൽ സൗകര്യം പോലെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നും അദ്ദേഹം എന്നോട് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വീഡിയോ മുഴുവനായി കണ്ടു. ദീർഘകാലം ബഹുദൈവ ആരാധനയുടെ ഭാഗമായിരുന്ന ഒരു പെൺകുട്ടി ആ വിശ്വാസം ഉപേക്ഷിച്ച് ഏകദൈവ ആരാധനയായ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ആ പെൺകുട്ടി ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് അവർ ഉംറ ചെയ്യാൻ മക്കത്ത് പോയപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ, അവർ കണ്ട അത്ഭുതങ്ങൾ, അവരെ സ്പർശിച്ച അനുഗ്രഹങ്ങൾ, അങ്ങനെ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ആത്മീയ ചൈതന്യത്തിൻ്റെ അനന്തമായ അനുഭൂതികൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോയിലുടനീളം ആ പെൺകുട്ടി സംസാരിക്കുന്നത്. ഞാൻ ആ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും അത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കുറേ നേതാക്കൾ BJPയിലേക്ക് പോയ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കനയ്യകുമാർ കോൺഗ്രസിലേക്ക് വന്നു. ന്യൂസ് ചാനലുകൾ ആ വാർത്ത ഫേസ്ബുക്കിൽ പങ്കുവെച്ചപ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: കരിയിലകൾ പോയാൽ കനലുകൾ വരും. ക്രൈസ്തവ മതം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വന്ന ഈ പെൺകുട്ടിയുടെ ഈമാൻ കാണുമ്പോൾ, ആ പെൺകുട്ടി ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്നത് കാണുമ്പോൾ, ദീനിനെക്കുറിച്ചും ദീനിൻ്റെ ചൈതന്യത്തെക്കുറിച്ചുമൊക്കെ ആ പെൺകുട്ടി സംസാരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കമൻറ്റാണ് ഓർമ്മ വന്നത്. ഞാൻ ഇസ്ലാമാണ് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളും മുസ്ലിം വേഷം ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളുമൊക്കെ ദീനുമായി ഒരു ബന്ധവുമില്ലാതെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈമാൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാതെ, അള്ളാനെയും റസൂലിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് ഉറ്റമിത്രങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ അവഗണിച്ച് കണ്ട സംഘികളുടെ കൂടെയും മറ്റുമൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ, ഇസ്ലാമിൻ്റെ ചൈതന്യം കണ്ട് അതിൽ ആകൃഷ്ടയായി മതത്തിലേക്ക് വന്ന് ഈമാൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഇത്തരം പെൺകുട്ടികളെ കാണുമ്പോൾ, യുവതികളെ കാണുമ്പോൾ, ആ കനലുകളെ സ്വീകരിച്ച് അവരുടെ ഈമാൻ കൂടുതൽ ദൃഢമാക്കാൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഈമാൻ്റെ ചൈതന്യവും ചരിത്രവും തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രം പറന്നുപോയ ഇറങ്ങിപ്പോയ കരിയിലകളെ പൂർണ്ണമായും നമ്മൾ അവഗണിക്കുകയാണ് വേണ്ടത്. നമുക്ക് ആ പെൺകുട്ടി പങ്കുവെച്ച അവരുടെ മനോഹരമായ അനുഭവങ്ങളിൽ നിന്നും കുറച്ച് ഭാഗം ഒന്ന് കേട്ടു നോക്കാം. ഞാനൊരു ക്രിസ്ത്യൻ ആയിരുന്നു. ഞാൻ ഇസ്ലാം ആയതാണ്. ഞാനായിട്ട് ഒരു വർഷം ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിസ്കാരവും കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ശരിക്കും എന്നെ നിസ്കരിക്കാനായാലും പടച്ചോനെ കൂടുതൽ അറിയാനായാലും അടുക്കാനായാലും എന്നെ പഠിപ്പിച്ചത്. എനിവേ, എന്തായാലും അവിടെ പോയൊരു അനുഭവം ഞാൻ പറയാം. എനിക്ക് അവിടെ പോകണമെന്ന്, ഉംറ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഇസ്ലാമായിട്ടുള്ള വ്യക്തികൾ പോലും ഉംറ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്ക് അവിടെ പോയി വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പം എന്തോ പടച്ചവൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ റബ്ബിനോട് സ്തുതി പറയുന്നു. പറഞ്ഞാൽ അവിടെ പോയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് റമദാൻ മാസം ആയതുകൊണ്ട് ഉംറ ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നല്ല റഷാണ് അവിടെ. അത് മാത്രമല്ല, നമ്മൾ നോമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് ഉംറ ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പടച്ചോൻ നമുക്കത് താങ്ങാനുള്ളൊരു ആരോഗ്യം ആ സമയത്ത് നമുക്ക് തരും. എന്തോ ഒരു ദിവ്യശക്തി നമ്മളിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം, പ്രത്യേകിച്ച് നോമ്പെടുത്തോണ്ട് ചെയ്യുക, അതായത് റമദാൻ മാസത്തിലെ ഉംറ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ ആ കഷ്ടപ്പാടിലൂടെ നമുക്ക് ആ താങ്ങാനുള്ളൊരു കരുത്ത് റബ്ബ് തരും. അത് ഉറപ്പാണെന്ന് എനിക്ക് അവിടെ പോയപ്പോൾ മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ആകെ മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും എല്ലാം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. എൻ്റെ ലൈഫിലുണ്ടായ കുറച്ചൊരു തകർച്ചയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഈ കഴിഞ്ഞിട കൊണ്ട്. പക്ഷെ അവിടെ പോയി ആ മക്ബ തൊട്ട് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ എന്തോ ഒരു വലിയൊരു ഭാരം ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ട് വന്നൊരു ഫീലാണ് എനിക്കുണ്ടായത്. ഏതൊരു ഇസ്ലാമിൻ്റെ അതിയായ ആഗ്രഹമാണ് ഉംറ ചെയ്യാന്നുള്ളത്. പക്ഷേ ഇസ്ലാം മതത്തിലോട്ട് വന്നൊരു വ്യക്തിയായ എനിക്ക് ഇത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന സഹോദരിമാർ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ മുസ്ലിങ്ങളായി എത്രയോ വർഷങ്ങളായി ജീവിക്കുന്നു. അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുകൾ ഉണ്ടായിട്ടും ഇതുവരെയും ഉംറ ചെയ്യാൻ കഴിയാതെ, നിങ്ങളുടെയൊക്കെ അശ്രദ്ധ കൊണ്ടോ, നിങ്ങൾ ഇനിയും ഈ വിഷയം ഗൗരവമായി ആലോചിക്കാത്തത് കൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലേക്കും വ്യാപൃതരാകുന്നത് കൊണ്ടൊക്കെ ഇനിയും ഒരു ഉംറ നിർവഹിക്കാതെ ജീവിതം കഴിച്ചു കൂട്ടുന്ന എത്രയോ സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവധിക്കാലമാണ്. സ്കൂളുകളൊക്കെ അടച്ചിരിക്കുന്ന സമയമാണ്. പല ഫാമിലികളും ഭാര്യയും ഭർത്താവും മക്കളും അടക്കം വിദേശത്തേക്കും ഒക്കെ ടൂർ പോകുന്നതിൻ്റെ തിരക്കിലാണ്. സാമ്പത്തികമായും ആരോഗ്യപരമായും എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിട്ടും ഇനിയും ഒരു ഉംറയ്ക്ക് പോയിട്ടില്ലാത്തവരായിരിക്കും. ആയിരക്കണക്കിന് പേരുണ്ടാവും, പതിനായിരക്കണക്കിന് പേരുണ്ടാവും. അത്തരക്കാർ പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയെ ഓർക്കുക, അവളുടെ അനുഭവങ്ങൾ കേൾക്കുക. ഇസ്ലാമിലേക്ക് വന്ന് ഒരു വർഷം തികയുമ്പോൾ അവർ ഉംറ ചെയ്തിരിക്കുകയാണ്.
ആ അനുഭവം, മനോഹരമായ അനുഭവം വളരെ ആശ്ചര്യത്തോടു കൂടി, അത്ഭുതത്തോടു കൂടി അവർ നമുക്ക് മുമ്പിൽ വിവരിക്കുകയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ മുസ്ലിമായി, ഇസ്ലാമായി ജീവിക്കുന്നതിൽ നമ്മൾ ആരും ഊറ്റം കൊള്ളേണ്ട ആവശ്യമില്ല. ഞാനൊരു മുസ്ലിമാണ് എന്ന് വലിയ അഭിമാനത്തിൽ നമ്മളെവിടെയും പറയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ പറയാനുള്ള യോഗ്യത ഒരുപക്ഷെ നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ ആദ്യം സ്വയം പരിശോധിക്കുക. എന്നാൽ ഈ പെൺകുട്ടിക്ക് അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെ പറയാം, ഞാനൊരു മുസ്ലിമാണെന്ന്. കാരണം അമുസ്ലിമായി ജനിച്ച ആ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ച് കേവലം 1 വർഷം തികയുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഏറെ അഭിമാനത്തോടെ അവൾക്ക് എവിടെയും അവളെ സ്വയം അടയാളപ്പെടുത്താം, ഞാനൊരു മുസ്ലിമാണെന്ന്. പക്ഷേ മുസ്ലിമായി ജനിച്ച, വർഷങ്ങളായി ഇസ്ലാം മതത്തിൽ ജീവിക്കുന്ന നമ്മളിൽ എത്ര പേർക്ക് അത്യാവശ്യം സമ്പത്തും സൗകര്യവും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടും ഇനിയും ഉംറ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. മറ്റൊരു കാര്യം, നിങ്ങളൊക്കെ ഇപ്പോഴും മുസ്ലിങ്ങളായി ജീവിക്കുന്നത് മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ടാണോ? അങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണോ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ആ മാതാപിതാക്കൾ നാളെ ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ നിങ്ങളും ഇസ്ലാം മതം ഉപേക്ഷിച്ച് അവരുടെ കൂടെ പോകുമോ? ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം മുട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ഈമാന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എൻ്റെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രമല്ല ഞാൻ മുസ്ലിമായത്. മുസ്ലിമായ അവരുടെ മകനായി ജനിച്ചതുകൊണ്ടാണ് ഇസ്ലാമിനെ അടുത്തറിയാനും ദീനിനെക്കുറിച്ച് പഠിക്കാനുമൊക്കെ എനിക്ക് കഴിഞ്ഞത്. എൻ്റെ ആ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ പോലും ഞാൻ ഒരിക്കലും ഇസ്ലാം മതം ഉപേക്ഷിക്കില്ല. കാരണം ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിനെ അടിമുടി പഠിക്കുകയും ആ വിശ്വാസധാര എന്നെ പൂർണ്ണമായും സംതൃപ്തിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നും ഈ വിശ്വാസം തുടർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും മടുക്കാത്ത ആത്മീയ ചൈതന്യത്തിൻ്റെ ഒരുതരം അനുഭൂതി ഞാൻ ഇപ്പോഴും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട് മാത്രമാണ് മുസ്ലിം ആയത് എന്ന് കരുതരുത്. അതൊരു 50-50 ചാൻസാണ്. പകുതി നമ്മൾ മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നുള്ളതും ബാക്കി പകുതി നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ആ ഇസ്ലാമിൻ്റെ ആശയങ്ങളുടെ വേരുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴത്തിൽ വേരോടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ പരിപൂർണ്ണ മുസ്ലിം ആകുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ഈമാൻ ശക്തിപ്പെടുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ 1-ലധികം ഉംറകൾ ചെയ്തിട്ടുണ്ടാവും. ആ പെൺകുട്ടി തൻ്റെ ആദ്യത്തെ ഉംറയിലെ അനുഗ്രഹീതമായ അനുഭവങ്ങൾ പങ്കുവെച്ചതുപോലെ നിങ്ങളിൽ എത്ര പേർക്ക് അത്തരത്തിലുള്ള അനർവചനീയമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നിങ്ങളിൽ എത്ര പേർക്ക് അത്തരത്തിലുള്ള ആത്മീയ സ്പർശനങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ 2 സുഹൃത്തുക്കൾ ഒരുമിച്ചൊരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചിട്ട് മൂന്നാമതൊരാൾ നമ്മളോട് നിങ്ങൾ എന്താണ് കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ കൂടെയുള്ള സുഹൃത്ത് ആ ബിരിയാണിയുടെ രുചിഭേദങ്ങളെക്കുറിച്ച് അയാൾക്ക് വിവരിച്ചു കൊടുക്കുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അന്തം വിട്ട് നിൽക്കും. ആ സുഹൃത്ത് പറയുന്നത് പോലെയുള്ള രുചിയോ മണമോ ഒന്നും നമുക്ക് അനുഭവപ്പെട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിരിയാണി കഴിക്കുമ്പോൾ അവൻ അത്രത്തോളം അത് ആസ്വദിച്ച് കഴിച്ചിരുന്നു. ഓരോ പിടിയും അവൻ വായിൽ വെച്ച് കഴിച്ചിറക്കുമ്പോൾ അത്രത്തോളം അവൻ അതിൽ ലയിച്ചിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതുപോലെ ഉംറയടക്കം നിങ്ങൾ ഏതൊരു ഇബാദത്തിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ അതിലേക്ക് ലയിക്കുന്നില്ലെങ്കിൽ, അതിനെ ആസ്വദിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ അനുഭൂതി മനസ്സിലാക്കാൻ സാധിക്കില്ല. ആത്മീയ ആനന്ദത്തിൻ്റെ ആ സ്പർശനം നിങ്ങൾക്ക് തിരിച്ചറിയാനും കഴിയില്ല. അതുകൊണ്ട് പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ, അവർക്കുണ്ടായ ആത്മീയ മുന്നേറ്റങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ അതൊക്കെ വെറുതെ കേട്ടിരുന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മാത്രമുള്ളതല്ല. അവരുടെ അനുഭവങ്ങൾ, അവരുടെ വിശ്വാസ മുന്നേറ്റങ്ങൾ പാറ പോലെ ഉറച്ചതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഈമാനിൻ്റെ ബലക്ഷയത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിറം കെട്ടുപോയ നമ്മുടെ ആത്മീയ സംസ്കാരത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.